പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗരാജ്ഞിപദം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ അവസാന സംഭവമാണ് സ്വർഗാരോപണത്തിന് ശേഷമുള്ള കിരീടാധരണം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെയും വിശുദ്ധരുടെയും സാന്നിധ്യത്തിൽ യേശു തൻ്റെ അമ്മയെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിവേൽപ്പിച്ചു. പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥനയിലൂടെ ഇന്നും അവൾ നമ്മുടെയും രാജ്ഞിയാണെന്ന് നാം ഏറ്റുപറയുന്നുണ്ട്. എങ്കിൽ അമ്മയുടെ മക്കളായ നാം സ്വർഗത്തിൽ അമ്മയോടൊപ്പം കിരീടം ധരിക്കപ്പെടേണ്ടവരാണ്. നാം ഒക്കെ ഈ സ്വർഗീയ കിരീടത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടവരാണ് എന്ന് ഈ തിരുനാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഇത് നമ്മുടെ അവകാശം കൂടിയാണ്. യേശു നമ്മുടെ സഹോദരനായിരിക്കുമ്പോൾ മേരി നമ്മുടെ അമ്മയുമാണ്. അമ്മയുടെ ദൈവിക മഹത്വത്തിലും നാം പങ്കുകാരാകും. പ്രാർത്ഥന. സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറയായ അമ്മയെ സ്വർഗം ലക്ഷ്യമാക്കി നിരന്തരം അധ്വാനിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമീൻ. സുഹൃത ജപം. സ്വർഗരാജ്ഞി ദൈവമാതാവേ, അങ്ങ് ഞങ്ങളുടെയും രാജ്ഞിയായിരിക്കണമേ.